ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർ ഫിറ്റിൽ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നിലവിൽ ഈ ഒരു ഷിഗല്ല രോഗബാധ അത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഓരോ ഘട്ടത്തിലും നമ്മൾ കേരളത്തിൽ ആവർത്തിച്ചു പറയുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലെ ഷിഗല്ല രോഗബാധയുടെ തോത് പരിശോധിക്കുമ്പോൾ ഇത്തവണ ക്രമാതീതമായി അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഏകദേശം ഒരു 114ഓളം പേർക്കാണ് ഇതിനോടകം രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ നേർപകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രോഗബാധ ഇത്തരത്തിൽ വർദ്ധിക്കാനുണ്ടാകുന്ന ഒരു കാരണം എന്തൊക്കെയായിരിക്കാം? പൊതുവെ രോഗബാധകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അവയർനെസ്സും കൂടെ അതിനകത്തൊരു ഭാഗമാണ്. ഇപ്പോൾ എല്ലാ തവണവും ചിലപ്പോൾ ആൾക്കാർക്ക് ഈ കിട്ടിയ മെസ്സേജസ് എങ്ങനെയാണ് ഷിഗല്ല പകരുന്നത്, ഷിഗല്ല എന്ന് വെച്ചാൽ വയറിളക്ക രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. അപ്പോൾ വയറിളക്ക രോഗങ്ങൾ പൊതുവെ എങ്ങനെയാണ് പകരുന്നത് ഈ ഈച്ച വഴി നമ്മുടെ മാലിന്യങ്ങൾ അല്ലെ വിസർജ്യ വസ്തുക്കളുടെ മാലിന്യം നമ്മുടെ ആഹാര വസ്തുക്കളിലോ കുടിവെള്ളത്തിലോ എത്തുമ്പോഴാണ്. അപ്പൊ അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയോ അല്ലെ വെള്ളം തിളപ്പിക്കാതെ കുടിക്കുകയോ ചൂടുവെള്ളത്തിന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി പച്ചവെള്ളം മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ശീതള പാനീയങ്ങൾ കുടിക്കുകയോ അല്ലെങ്കിൽ കൈ കഴുകാതെ ആഹാരം കഴിക്കുകയോ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വേണ്ട വിധം സോപ്പിട്ട് കൈ കഴുകാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പൊ പീരിയോഡിക് ആയിട്ട് അവയർനെസ് വരുമ്പോൾ അത് സ്കൂൾ വഴി ടീച്ചേഴ്സ് വഴി മാധ്യമങ്ങൾ വഴിയൊക്കെ പോകുമ്പോൾ പലരും അതിനെ കേൾക്കും. പക്ഷെ വേണ്ടത്ര അവബോധത്തിൽ എടുക്കുമ്പോഴാണ് അതിന്റെ പ്രിവെൻഷൻ നടക്കുന്നത്. അപ്പൊ സാഹചര്യം കാരണം ചിലപ്പോൾ ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ഒരു ത്രെട്ടായിട്ട് കണ്ടു കാണൂല, അല്ലെങ്കിൽ ഈ പ്രിക്കോഷൻസ് ചിലപ്പോൾ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ നേരത്തും ഫോളോ ചെയ്യാതിരിക്കും. ആ വിധത്തിലാണ് ഇത് പകരുന്നത്. മാത്രവുമല്ല ഷിഗല്ലയുടെ ഒരു പ്രത്യേകത മറ്റ് രോഗാണുക്കളെക്കാളും ചെറിയ നമ്പർ ഇൻഫെക്റ്റീവ് ഡോസ്, അതായത് എത്ര നമ്പർ വളരെ ചെറിയൊരു നമ്പർ ചെന്നാൽ തന്നെ അടുത്തയാൾക്ക് കിട്ടാം. അപ്പൊ സ്കൂൾ കുട്ടികളെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും കുറച്ച് കുട്ടികളൊക്കെ ക്ലോസ് പ്രോക്സിമിറ്റി വളരെ അടുത്ത് ഇടപഴകുന്ന കുട്ടികളാണ്. അതിനകത്ത് അവര് പലതും നക്കി നോക്കും, പെൻസിൽ ചവച്ചു അതിൽ വെച്ച് പെൻസിൽ ചവയ്ക്കും. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ വെച്ചൊക്കെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കഴുകിലൊന്നും വീട്ടിൽ നിന്ന് പേരൻസ് ചെയ്യുന്ന അത്രയും വൃത്തി ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്, ഒരു ഫാക്ടർ അല്ല. അതാണ് ഈ രോഗബാധ ചില സീസണിൽ കൂടുന്നതും ചില സീസണിൽ അത്ര കാണാത്തതും. അപ്പോൾ നിലവിൽ നമുക്ക് ഈക്കോളി ബാക്ടീരിയയുടെ ഒരു വകഭേദം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതും ഈ ജലത്തിലൂടെയൊക്കെ തന്നെ പകരുന്നു എന്ന് പറയുന്നു. അതുപോലെ ഒരു കിണറിൽ പരിശോധന നടത്തിയപ്പോൾ ഒരു കാരണവശാലും ആ വെള്ളം ഇനി കുടിക്കാനേ കൊള്ളില്ല എന്ന രീതിയിലാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വലിയൊരു സാന്നിധ്യം, ഷിഗല്ലയുടെ സാന്നിധ്യം ആ ഒരു കിണറിൽ പറയുന്നു. അപ്പോൾ ഈ കിണറുകൾ ശുചീകരിക്കേണ്ട ഒരു ആവശ്യകത അത് പൊതുജനങ്ങളിൽ ഇപ്പോഴും ഒരു അവബോധമില്ല എന്ന് തോന്നുന്നു. അതുകൂടി ഒരു വലിയ കാരണമായി ഇതിന് മാറുന്നില്ലേ? അതെ, അത് വളരെ ശരിയാണ്. ചൂണ്ടിക്കാണിച്ച വളരെ നന്നായി. കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് വഴിയെങ്കിലും ആൾക്കാർക്ക് അവബോധം വരണം. കാരണം ഈ നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ടീച്ചിങ് മുതലായ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും ഫീൽഡ് ജീവനക്കാരും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ലഭ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റി വെക്കാതെ കിണറിന്റെ ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷൻ, അത് ടാങ്കുകൾ, ഇതിന്റെയൊക്കെ ഒരു ക്ലോറിനേഷൻ കാര്യം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ മഴക്കാലത്തോടനുബന്ധിച്ച്, സാധാരണ മഴക്കാല പ്രതിരോധത്തിന്റെ തുടക്കത്തിലെ നമ്മളത് പറയുന്നതാണ്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും പക്ഷെ വീടുകാർ ചിലപ്പോൾ നാച്ചുറലി അവരെ കുറച്ച് മാറ്റി വെക്കാം, അടുത്ത ആഴ്ച ചെയ്യാം, ഈ മാസം അവസാനം ആയിക്കോട്ടെ, ആളെ കിട്ടിയില്ല പിന്നെ പോകാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ബൈ ചാൻസ് ഹ്യൂമൻ നോർമൽ വേരിയേഷനിൽ വരുന്നതാണ്. അപ്പൊ ഇനി മാറ്റി വെക്കരുത്. ആ ക്ലോറിനേഷൻ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടർ സോഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വെള്ളം തിളപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഈ സീസണിൽ എന്തായാലും തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവൂ. അപ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ, പുറത്തു പോയി വൃത്തിയില്ലാത്ത ഭക്ഷണവും പാനീയങ്ങളും കുടിക്കുന്നത് ഒഴിവാക്കുക. ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് ഒരു വയറിളക്ക രോഗിയെ പരിചരിക്കുന്നത്, ഇപ്പോൾ കുട്ടിയായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ, ഒരു വയറിളക്ക രോഗിയെ പരിചരിക്കുമ്പോൾ ആ പരിചരിച്ച രോഗിയെ നമ്മൾ പിന്നെ നമ്മൾ വേറെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന മുമ്പെയോ ആഹാരം ഹാൻഡിൽ ചെയ്യുന്ന മുമ്പെയോ പാചകം ചെയ്യുന്ന മുമ്പെയോ ഒക്കെ സോപ്പ് ആൻഡ് വാട്ടർ വാഷ്. അപ്പൊ സാധാരണ പലരും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ സോപ്പ് ആൻഡ് വാട്ടർ വാഷ് കുറെ പേരൊക്കെ കേട്ടിറങ്ങി ചെയ്യും. പക്ഷേ ഈ ജസ്റ്റ് ഹാൻഡിൽ ചെയ്ത് ഉടുപ്പ് വസ്ത്രങ്ങൾ ചിലപ്പോൾ നനയ്ക്കാനെടുക്കുന്നതായിരിക്കും കുട്ടിയുടെ വസ്ത്രങ്ങൾ, അതിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം എന്ത് ഹാൻഡ്ലിങ് വന്നാലും അതിനുശേഷം സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷ്. പിന്നെ വീടുകളിലായിക്കോട്ടെ എല്ലാവരുടെ പ്ലേറ്റ് കപ്പ് മുതലായ കാര്യങ്ങളും മിക്സപ്പ് ചെയ്യാതിരിക്കുക. സ്കൂളിൽ കുട്ടികളോട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് വായിൽ കൈയിടുന്നൊരു ശീലം. കുട്ടികൾക്ക് നാച്ചുറലി അവര് കളിയുടെ ഭാഗമായിട്ടും എല്ലാം വായിൽ കൈവയ്ക്കും, മുഖത്ത് കൈവയ്ക്കും. അപ്പൊ വായിൽ കൈവയ്ക്കാതിരിക്കുക. എല്ലാവരും ഒരു ഗെയിം പോലെ നമ്മൾ ഈ ഹാൻഡ് വാഷ് എപ്പോഴും ശീലിക്കുക.
പിന്നെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കാവൂ. അപ്പോൾ കഴിവതും പുറത്തുപോയി ആഹാരം കഴിക്കേണ്ടി വരുമ്പോൾ ചൂട് പാനീയങ്ങൾ കുടിക്കുക. തണുത്ത പാനീയങ്ങൾ കുടിക്കാതിരിക്കുന്നതായിരിക്കും ഈ സീസണിൽ കുറച്ചും കൂടെ വയസ്സായിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ സംശയം കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചു, കൊല്ലത്ത് സ്ഥിരീകരിച്ചു, അതും കുട്ടികൾക്കാണ്. അതുപോലെ വയനാട് സ്ഥിരീകരിച്ചു. ഇതെങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഒരേ സമയം പല മേഖലകളിലായി തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലയിലുമൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉറവിടം? അതോ ഈ ഒരു കാലാവസ്ഥയുടെ ഈ ഒരു സീസണിൻ്റെ ഭാഗമായി എത്തുന്ന രോഗമായി നമുക്ക് ഇതിനെ വിലയിരുത്താവുന്നതാണോ? പലപ്പോഴും ഒരു സിംഗിൾ സോഴ്സ് കണ്ടാമിനേറ്റഡ് വാട്ടർ സപ്ലൈ ആയിരിക്കും. അത് എങ്ങനെയും ഈ സെപ്റ്റിക് ടാങ്കിന്റെ കണ്ടാമിനേഷൻ, ചിലപ്പോൾ ഡ്രെയിനേജ് ലൈൻസിന്റെ കണ്ടാമിനേഷൻ, ചിലപ്പോൾ കുത്തി ഒഴുകുന്ന വെള്ളത്തിന്റെ കണ്ടാമിനേഷൻ, അങ്ങനെയാണ് ഈ മഴക്കാലത്തോടൊരു കണക്ഷൻ ഉള്ളത്. പിന്നെ ജില്ലകൾ തമ്മിൽ ആക്ച്വലി ഇതിന് വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ എൻഡമിക് ആയിട്ടുള്ള ഫ്ലോറ എന്ന് പറയും. ഈ ബാക്ടീരിയൽ പോപ്പുലേഷൻ ഇതെല്ലാം ചെറിയ തോതിൽ പലപ്പോഴും റിസർവോയേഴ്സിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു ഫ്ലെയറിംഗ് അപ്പ് വരുന്നത്, ഒരു സ്പ്രെഡ് വരുന്നത് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ ഫാക്ടർ വരുമ്പോഴാണ് സ്പ്രെഡ് വരുന്നത്. അതിന് കൂടുതൽ എല്ലാ സ്ഥലത്തും എത്താൻ സാധ്യത കിട്ടുമ്പോൾ ആൾക്കാരിലേക്ക് അത് ആക്സസ് ഉണ്ടാകുന്നു. നിലവിൽ ഇത്തരത്തിൽ രോഗലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്? സ്വാഭാവികമായിട്ടുള്ള പനിയും അതുപോലെ ചുമയും ദേഹവേദനയും ഒക്കെ തന്നെ പലരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഒരു പാരസെറ്റമോളോ ഒരു ഡോളോയോ വാങ്ങി കഴിച്ചാൽ പോരെ, ആശുപത്രി പോകാതിരിക്കാനുള്ളൊരു പ്രവണത ആൾക്കാർക്കിടയിലുണ്ട്. അപ്പോൾ ഷിഗല്ല എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം? ഷിഗല്ലനെ തിരിച്ചറിയുമ്പോൾ പലപ്പോഴും അതിന് കാണുന്ന ഒബ്സർവേഷൻ വയറിളക്കം, പലപ്പോഴും ആ വയറിളക്കത്തിന്റെ കൂടെ തന്നെ ഈ കഫം പോലെ നമ്മുടെ മൂക്കിന്ന് വരുന്ന മൂക്കൊലിപ്പിന്റെ ആ കഫം ഉണ്ട്, മ്യൂക്കസ്, ആ മ്യൂക്കസ് പോലെയോ പഴുപ്പ് പോലെയോ ഒക്കെ മ്യൂക്കസ് ആണ് പലപ്പോഴും ഉണ്ടാകുക. ഒന്ന്, ബ്ലഡിന്റെ സാന്നിധ്യം മോഷനിൽ പലപ്പോഴും കണ്ടേക്കാം. പിന്നെ മോഷൻ പോയി കഴിഞ്ഞാൽ, ഒരാൾക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി മോഷൻ കുറെ പോയി വയറൊഴിഞ്ഞു, പിന്നെ സമാധാനം എന്ന് പറഞ്ഞ് പോരും. ഈ ഷിഗല്ല ബാധിച്ച കുട്ടികളോ ആൾക്കാരോ ഒന്ന് പോയി കഴിഞ്ഞ് പുറത്ത് വന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അവർ ചെന്ന് സ്ട്രെയിൻ ചെയ്യുമ്പോൾ മോഷനിലൊന്നും പിരുന്നില്ല, മോഷനില്ല. അങ്ങനെ പലപ്പോഴും വീണ്ടും വീണ്ടും പോകാൻ അവർക്ക് തോന്നും. അതൊരു ടിപ്പിക്കൽ ഫീച്ചറാണ്. പിന്നെ ഈ അടിവേറിൽ ഇങ്ങനെ കൊളുത്തി പിടിച്ച് വലിക്കുന്ന പോലത്തെ വേദന, ഇങ്ങനെ ഒരു പെയിൻ ഇങ്ങനെ കൊളുത്തി പിടിക്കുന്നത്, നമ്മൾ ക്വാളിറ്റി പെയിൻ എന്നാണ് പറയുക. കൊളുത്തി വലിക്കുന്ന പോലത്തെ അടിവേറ് വേദനകൾ ഉണ്ടാകാം. പിന്നെ പനി ചിലപ്പോൾ പെട്ടെന്ന് മൂർച്ഛിക്കാം. വളരെയധികം ലിക്വിഡ് പോവുകയാണെങ്കിൽ, ഫ്ലൂയിഡ് പോവുകയാണെങ്കിൽ ഈ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ, ഉണങ്ങിയ നാക്ക്, ചുണ്ട്, നാക്കൊക്കെ ഉണങ്ങിയിരിക്കുന്നു, സ്കിന്ന് കുറച്ച് സാധാരണയുള്ള എലാസ്റ്റിസിറ്റി ഇല്ലാതിരിക്കാം. അപ്പൊ അങ്ങനെ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ, മൂത്രത്തിന്റെ അളവ് കുറയുക മുതലായ ലക്ഷണങ്ങളും വരാം. പക്ഷെ അത് ഏത് വയറിളക്കത്തിനും വരും. ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളാണ് ഈ ഷിഗല്ലയ്ക്ക് കൂടുതൽ സാധ്യത. അത് മാത്രം വെച്ച് പറയാൻ പറ്റില്ലെങ്കിലും അതാണ് കൂടുതൽ സാധ്യതയുള്ള ലക്ഷണങ്ങൾ. ശരി, വളരെ പ്രോംപ്റ്റായി ട്രീറ്റ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടുള്ള ആശയം. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കാതെയും സ്വയം ചികിത്സ ചെയ്താൽ ഡോക്ടറെ അടുത്ത് ചെന്ന് ട്രീറ്റ് ചെയ്യുക. ശരി, വളരെ നന്ദി ഡോക്ടർ അമർ ഫിറ്റിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.